ഹായ്. ഇന്ന് കൂടെ കൂടിയിട്ട് എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട് 29 വർഷം. അപ്പം ഞങ്ങൾ രാവിലെ വിഘ്നേശ്വരൻ്റെ അടുക്കെ വന്ന് പ്രാർത്ഥിച്ചു. വിഘ്നേശ്വരൻ്റെ അടുക്കെ വന്ന് പ്രാർത്ഥിച്ചു തടസ്സങ്ങളൊക്കെ മാറാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടെ കാരിക്കോട് ദേവീക്ഷേത്രമുണ്ട്, അവിടെ പോകും. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇന്ന് ശരിക്കും ഇന്നലെ തൊട്ട് ഭയങ്കര ഒരു മൂടമായിരുന്നു ഞങ്ങൾ. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ ഒരു ഡ്രസ്സ് ഇടാനായിട്ടൊക്കെ തുണിയൊക്കെ മേടിച്ചു. സജീവൻ്റെ ഷർട്ട് തയ്ച്ച് കിട്ടി, എൻ്റെ ടോപ്പ് തയ്ച്ച് കിട്ടിയില്ല. പിന്നെ തന്നെയല്ല, മെയിൻ അതൊന്നുമല്ല, നമുക്ക് വാവച്ചിയൊക്കെ വരികയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും കണ്ണമോനും പാറുമൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എല്ലാവരും ഒന്നുമില്ല, അത്യാവശ്യം നമ്മൾ എൻ്റെ ഒരു അനിയത്തിയൊക്കെ ഇവിടെ അവരെപ്പോഴും പരിചയപ്പെടുന്നതാണല്ലോ, അവരെയും വിളിച്ച് പിന്നെ എന്നാ കൊച്ചുമോനൊക്കെ പിന്നെ കുഞ്ഞമ്മച്ചി ഒന്ന് വിളിക്കുക, അങ്ങനെയൊക്കെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചത്. പക്ഷേ നമ്മൾ പ്രതീക്ഷ പോലൊന്നും കാര്യങ്ങൾ പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പടം ഭയങ്കരമായിട്ടൊരു മൂഡ് ഓഫ് ആയിരുന്നു. മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ല. അപ്പം ഞാൻ രാവിലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തായാലും ഭഗവാനോട് വന്ന് നമ്മൾ ഇത്ര വരെ എത്തിച്ച് ഭഗവാനോട് വന്നൊരു നന്ദി പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ. അപ്പം ഞങ്ങൾ രാവിലെ വേണ്ട അമ്പലത്തിൽ വരെ വന്നു. ഇനി ഞങ്ങൾ നേരെ കാരിക്കോട് ദേവീക്ഷേത്രത്തിൽ അമ്മേ നാരായണ ദേവി നാരായണ. പിന്നെ പൊന്നായി ഇല്ലാതെ തന്നെ ആഘോഷം. പൊന്നായി ആണല്ലോ ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉള്ളത്. കുറേ നാളായി ദേവിക്കൊരു തട്ടം മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ ആദ്യം വന്ന് പറയണം എവിടെയല്ലേ. അവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കൊരു മനസ്സിനൊരു സുഖം. ഞാൻ കാണത്തില്ല. പിന്നെ എന്നെ വെച്ചിടാ, അവിടെ എന്നെ വെച്ച് കഴിയുമ്പോൾ വേണ്ട കണ്ടോ നമ്മുടെ അമ്പലക്കുളത്തിലെ മീനുകൾ ഉണ്ടോ. അടിപൊളി പൊന്നായി മീൻ കാണുമോ അല്ലേ. എൻ്റെ പൊന്നയെ മീനെ കാച്ചുവോ ഇതേൻ്റെ കണ്ടോ. ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങി കഴിയുമ്പോൾ തന്നെ ഇവിടെ നല്ല പച്ചക്കപ്പ ഇരിക്കുന്നു. അപ്പോൾ ഇച്ചിരി പച്ചക്കപ്പ കണ്ടാൽ പിന്നെ സജീവനം വെച്ചേക്കത്തില്ലല്ലോ. അപ്പോൾ ഇച്ചിരി പച്ചക്കപ്പ മേടിച്ചേക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് വേണ്ട ഇവിടെ വന്നു. അപ്പോൾ ഇച്ചിരി പച്ചക്കപ്പയൊക്കെ മേടിച്ചു. അവിടെ വേണ്ട ഒരു വണ്ടി നിറയെ മാങ്ങ, ഒരു വണ്ടിയിൽ പേരയ്ക്കാണോ ഓറഞ്ചാണോ മുന്തിരിയാണോ ഏതാണ്ടെല്ലാം. ചട്ടി, ഒരു മീൻ ചട്ടിയൊക്കെ മേടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ചട്ടി എനിക്കില്ല. പിന്നെ ഇവിടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഒരു ചെറിയൊരു കാപ്പി. കുഞ്ഞായി ഉണ്ടല്ലോ, കുഞ്ഞായിക്ക് വെക്കുന്നുണ്ട്. പാപ്പം എന്ന് പറയുക അല്ലേ. പാപ്പ എവിടെ ഇരിക്കുന്നു? പാപ്പ ഇവിടെ ഇരിപ്പുണ്ടോ? ഇതുണ്ടോ ഈ കടയുടെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഇവൻ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ കുഞ്ഞായിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് നോക്കണം. ഞങ്ങൾ കയറുവാണേ. സാമ്പാറൊക്കെ വെച്ച് ഞങ്ങൾ വീട്ടിൽ അച്ചൊരു കിഴങ്ങറിയും കൂട്ടിയിട്ട് നമുക്ക് മാമ ചിന്നി അത് കൊടുക്കാൻ പൈസയൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വെള്ളം വേണോ? ചൂടാണോ ഇത്? വെള്ളത്തിന് ചൂടുണ്ടോ? പച്ചവെള്ളം വേണം. അപ്പം ഞങ്ങൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് എടപ്പോ പൊന്നാരി എന്നെ താമാനം മേടിക്കാൻ പോകണോ? ഞാനും വെച്ചും പോകണോ? എന്നെ മുടി വെട്ടാൻ പോകണോ? അയ്യോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്നും കടയിൽ കൊണ്ട് വിട്ടിട്ടാണ് ഇതേ അച്ഛൻ മുടി വെട്ടാൻ പോവാന്നാ പറഞ്ഞത്. അച്ഛ മുടി വെട്ടാൻ പോവാ. കപ്പ മേടിച്ച് കഴിയുമ്പോൾ ഇച്ചിരി ചിക്കൻ വേണ്ടേ. അപ്പം പിന്നെ എന്നാൽ ചിക്കൻ മേടിക്കാനായിട്ട് ഞങ്ങൾ അമീൻ ചിക്കൻസിൽ വന്നു. ഇവിടെയാണ് സജീവണ് എപ്പോൾ ചിക്കൻ മേടിക്കാനും കണ്ണമോനും ചിക്കൻ മേടിക്കാൻ വരുന്നത് ഇവിടെയാണ്. ഞങ്ങളിവിടെ നിന്നാണ് മേടിക്കുന്നത്. ഞാൻ ആ പരിസരത്ത് പോകത്തില്ലേ. ഞാൻ കടയിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. എനിക്കിങ്ങനെ ചിക്കനൊക്കെ മേടിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ
അങ്ങനെ പിന്നെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. പിന്നെ ഞാൻ കൂട്ടത്തൊന്നുമില്ല. ചിക്കൻ കൂട്ടുമെന്ന് വെച്ചാൽ കൂട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ പോയി അതിനെ മേടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കൂട്ടത്തില്ല. അപ്പോൾ ഞാൻ മാറിപ്പോയി നിൽക്കും. സങ്കടം വരും. അതിങ്ങനെ കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ അത് പിടയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. അത് പിടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര അന്നേരം ഞാൻ ഓരോരോ കാര്യങ്ങളിരുന്ന് അങ്ങ് ചിന്തിക്കും കേട്ടോ. ഒരു ജീവൻ പോകുന്നതല്ലേ, നമ്മളെ കൊല്ലാൻ പിടിച്ചാലും അങ്ങനെയല്ലേ, നമുക്കും വേദന എടുക്കുകയല്ലേ, അങ്ങനെയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് ചിക്കൻ അങ്ങനെ കറിയൊന്നും കൂട്ടാൻ തോന്നുന്നു. അത് കഴിയുന്നതും ചിക്കനൊക്കെ മേടിക്കാൻ ഞാൻ പോകില്ല. അഥവാ പോയാലും ഞാൻ എവിടെയെങ്കിലും മാറിപ്പോയി എവിടെയെങ്കിലും ഇരിക്കും. വേറെ എന്തെങ്കിലും ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടോ എടുത്ത് അങ്ങോട്ടൊക്കെ ശ്രദ്ധിക്കാതെ എടുക്കാതെ ഇങ്ങനെയൊക്കെ ഇവിടെ കണ്ടോ. എന്ത് നല്ല രസമാണ് നോക്കിയത്. ഇതൊരു പള്ളിയാട്ടോ. ഞങ്ങൾ പയ്യെ ഒരു മുട്ടായിയൊക്കെ മേടിച്ച് ഇങ്ങനെ അല്ലേ പന്ത് മേടിച്ച് കൊടുക്കാത്തന്നെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾ വന്ന വഴിക്ക് ഇതേ കടയിൽ കയറി. ഞങ്ങൾക്ക് പന്ത് മതി. ഇതിങ്ങനെ തട്ടുമ്പം ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞു. അത് എവിടെയാണ് തട്ടണേ? ചുമ്മാ തട്ടിയിട്ട് ലൈറ്റ് കത്തുന്നില്ല ചേട്ടാ. നമ്മുടെ ഈ പോയപ്പം പോയോ? ഇതാ കുഞ്ഞിൻ്റെ മീന് കണ്ട, കുഞ്ഞിൻ്റെ മീന്. ഞങ്ങൾക്ക് പന്ത് മതി. ഓ ചോ മീനുണ്ടെന്ന് പറഞ്ഞേ. അതിനകത്ത് മീനുണ്ടെന്ന് പറഞ്ഞേ. 2 മീനുണ്ട് കണ്ടോ. 2 മീനുണ്ടോടാ അതിനകത്ത്? ഒരെണ്ണമല്ലേ ഉള്ളൂടാ. മീൻ പാമ്പൊന്നും അതിനകത്തില്ല. മീൻ മാത്രമേ ഉള്ളൂ. പാമ്പില്ല, മീൻ. ഓ അത് പൊട്ടിക്കത്തില്ല, വേണ്ട. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. കാരണം കറിയൊക്കെ വെക്കണ്ടേ. ചിക്കനൊക്കെ മേടിച്ചു, അത് കറി വെക്കണം. ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി വെക്കുവാന്നാണ് പറഞ്ഞത്. അത് എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. എന്നിട്ട് ഞാൻ ഈ വശത്തോട്ട് വന്നേ ഇല്ല. ഞാൻ ഈ വീട്ടിലെ അല്ല. ഈ ഉരുളിക്കകത്ത് തികയോ സജ്ജന അത് വെക്കാൻ? തികയത്തില്ല അജീണ. തികയോ എനിക്ക് തോന്നുന്നില്ല. വലിയ എടുക്കാൻ മേലായിരുന്നു. എന്നാൽ തന്നെ ഇട്ടേ. കടുക് പൊട്ടിച്ച് വെച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതിട്ടു. പിന്നെ എന്നാ രണ്ടിവിടെ സവോളയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ തേങ്ങ അതേണ്ട പൂളി വെച്ചിട്ടുണ്ട്, അത് അരിഞ്ഞിടുവാണ്. ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയതാണ്. തേങ്ങാക്കൊത്ത് കാണുമ്പോൾ ഇച്ചിരി മുറിച്ച് തിന്നില്ലെങ്കിൽ അത് സുഖമില്ല. തേങ്ങ ചെറുമ്പോഴും തേങ്ങ പൂളുമ്പോഴും പെണ്ണുങ്ങളാണ് ഇച്ചിരി തിന്നിരിക്കുക. എല്ലാവരും കാണും കേട്ടോ. ഞാൻ കുട്ടികളാം. അമ്മ കൈയാണ് കേട്ടോ. അമ്മ കൈ ഇറങ്ങാതിരിക്കണോ? വേറെ എനിക്ക് പണിയൊന്നും വേണ്ട. എനിക്ക് വേറെ പണിയൊന്നും വേണ്ട. അമ്മയ്ക്ക് കപ്പ് കൊത്താൻ കൊടുക്കട്ടെ. അമ്മയുടെ കൈ തന്നെ കിട്ടുന്നു. അമ്മയുടെ കപ്പ് കൊത്താൻ കൊടുക്കട്ടെ. ആയുധം അമ്മയ്ക്ക് കൈമാറി. പെണ്ണ് കപ്പ പൊളിച്ചു, ഇങ്ങനെ ആക്കി കഴുകി വെച്ചു. അന്നൊരു കുഞ്ഞു വഴക്കുണ്ടാക്കി. ഞങ്ങൾ അമ്പലത്തിൽ പോയിരിക്കില്ലായിരുന്നു. അമ്പലത്തിലൊക്കെ പോയതുകൊണ്ട് കുഞ്ഞ് ഉറങ്ങിയില്ല. കുഞ്ഞിന് ഉറക്കം വന്നായിരുന്നു. അതിനെനിക്ക് സവോള ഇട്ടിട്ട് ഇതെപ്പോഴും ചിക്കൻ കറി വെക്കുന്ന ഒത്തിരി വഴറ്റുന്നില്ല. നമ്മൾ ഒരു ചെറിയതായിട്ടൊന്ന് വഴറ്റി കിട്ടുക. വേറെ പരിപാടി കാണിച്ചു. അപ്പോൾ ചിക്കൻ കറി വെളുത്തിരിക്കൂലേ? ഒന്ന് കൂട്ടി നോക്കുക. എന്നാണ് സജീവണ്ണം ഇങ്ങനെ സവോള ഇച്ചിരി വഴറ്റിട്ട് വെച്ചാൽ അതേ മോഡലാണോ? അത് ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇല്ല. ആ മോഡൽ ആ മോഡലിനാണല്ലോ. അല്ല, ഇത് ചിക്കൻ. നമ്മുടെ നരസിംഹ സിനിമയില്ലായിരുന്നു? നരസിംഹ സിനിമയ്ക്കകത്ത് ഈ അടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഒരു പുള്ളി വരുമല്ലോ. എന്നാ നിങ്ങൾ സമൂഹത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ അല്ലേ? സമൂഹത്തിൽ മാന്യമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുള്ളി എന്ന് പറഞ്ഞ സജീവന്. ഇത് ചിക്കൻ എല്ലാവരും ഓർക്കും. ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴെല്ലാം ഈ ടോപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ സാരിയൊക്കെ ഉടുത്തോണ്ട് അമ്പലത്തിൽ പോകാനൊക്കെ ഓർത്തോണ്ടാണ് ഇരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സുഖമില്ലായിരുന്നു ഇന്നത്തെ ദിവസം.
അതുകൊണ്ട് പിന്നെ ഞാൻ ഇതങ്ങ് എടുത്തിട്ട് ഇതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് എടുത്തിട്ടു അങ്ങ് പോയി. അങ്ങനെ എടുത്തിട്ടതാണ്. ഇന്നാളൊരു ടോപ്പ് എടുത്തപ്പോൾ ഇതുപോലെ തന്നെ എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങനെ അങ്ങ് എടുത്തിടും. ഞാൻ അന്നേരം സജുവണ്ടിരിക്കെ പറഞ്ഞത് ആ ഷർട്ട് ഇട്ടോളാൻ പറഞ്ഞാണ്. അപ്പോൾ സജുവണ്ണ ആ ഷർട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് സജുവണ്ണോട് ദേഷ്യമായിരുന്നു. ഞാൻ ഈ ടോപ്പ് എടുത്തിട്ടു, അല്ലെങ്കിൽ ഞാൻ സാരിയൊക്കെ എടുത്ത് കൊടുത്തോണ്ടേനെ. ഇപ്പോൾ സവോള ഒരു ഇത്രയും വേണ്ട, ഇത്രയും മതിയോ? പോരെ. എന്നോട് തേങ്ങ ചേർത്താൻ പറഞ്ഞുകൊണ്ട് വഴക്കാണ്. അപ്പം ഞാൻ തേങ്ങ ചേർത്താൻ വന്നിട്ടോ. എന്നോട് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അവിടെ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ മേളാണ്. എനിക്കിനി ഹോസ്പിറ്റലിൽ പോകണം. അല്ലസറ്റിൽ ഇന്ന് ചെല്ലണമെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ചെക്ക് ലിസ്റ്റൊക്കെ കൊണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇതൊന്നും ആക്കി കൊടുത്തേച്ച് പോയിട്ട് പെട്ടെന്ന് എന്നെ കൂടി കൊണ്ടുപോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് സവോള നല്ല മെറൂൺ കളറായാലും ചുമ്മാ അങ്ങ് പറയുകയാണേ. എന്നിട്ട് അരപ്പിടുക കേട്ടോ. മുളക് പൊടി 3 സ്പൂൺ ഇട്ടുണ്ട്. നല്ല എരിവായിരിക്കും അല്ലേ? കണ്ടപ്പോൾ തന്നെ കൊതിയായിരുന്നു. എനിക്ക് കൊതിയൊന്നും ആയില്ലേ, ഇരിക്കുമെന്ന് പറഞ്ഞു. മല്ലിപ്പൊടി എന്തോരം ഇടും? സാധാരണ ഇറച്ചിക്ക് മല്ലിപ്പൊടി കൂടുതലും മുളക് പൊടി കുറവ് കേട്ടോ ഇടുന്നേ. നമ്മൾ ചിക്കൻ മസാല ഇടുന്നില്ലേ കേട്ടോ? ഞങ്ങളൊക്കെ വെക്കുമ്പോൾ അങ്ങനെ മല്ലി കൂടുതലും മുളക് കുറച്ച് ഇടും. എൻ്റെ ആശാൻ പറഞ്ഞിരിക്കുന്നത് ചിക്കൻ മസാല ഉള്ളതുകൊണ്ട് മല്ലി കുറച്ചിട്ടാണ് മല്ലിയാണ് കൂടുതൽ ഇടുന്നത്. ഓക്കെ, ചിക്കൻ മസാല ഇച്ചിരി ഇട്ടുള്ളൂ. അതിൻ്റെ തുമ്മാൻ വരുന്നുണ്ട്. ചിക്കൻ ഗ്രേവിയൊക്കെ ആയിരിക്കുമോ? തുമ്മാൻ വരുന്നെങ്കിൽ ഇട്ടിട്ട് പോകട്ടോ, ഞാൻ ഇളക്കാം. ചിക്കൻ ഗ്രേവി ആയിരിക്കും ഈ കറി കൂട്ടിട്ട് പറഞ്ഞാൽ അല്ല എന്നെ ഇവിടെ ഇറക്കി വിട്ടേ. സജോനെ ഇറക്കി വിടും. സജോനെ ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി സജോനെ കിണഞ്ഞ് പരിശ്രമിക്കാന്ന് പറഞ്ഞേ. തേങ്ങ പാല് പിഴിയണോ? പിന്നെ അരച്ച് ചേർക്കണോ? മാറണോ? എന്തിനാ? ഉരുളി മാറ്റാനാണോ? ഞാൻ ആദ്യം പറഞ്ഞ ആ ഉരുളി പറ്റത്തില്ല, ഉരുളി മാറ്റണമെന്ന് പറഞ്ഞേ. അപ്പോൾ അത് കേട്ടില്ല കേട്ടോ. എന്നിട്ട് വേറെ ഉരുളി മാറ്റിയൊക്കെ പറയും. അത് ഞങ്ങളുടെ ജീവിതത്തിലും അതെ. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയും സജീവൻ അത് വേണ്ടാന്ന് പറഞ്ഞാൽ പെണ്ണുമ്പിള്ളമാർ പറയണം കേൾക്കാൻ കൊള്ളില്ല. എന്നിട്ട് സജീവനുണ്ടല്ലോ അത് കേൾക്കത്തേ ഇല്ല, അത് ചെയ്യില്ല കേട്ടോ. എന്നിട്ട് അത് സജീവൻ എന്നാ തോന്നുന്നത് വെച്ചാൽ ചെയ്യുവേ, അത് നേരെ അതങ്ങ് പോകട്ടോ. എന്നിട്ട് പയ്യെ വരുവേ. എന്നിട്ട് അന്നേരം അല്ല കേട്ടോ, അടുത്ത പ്രാവശ്യം വന്നിട്ട് പറയും കൺമണി ഇനി നിന്നോട് ചോദിച്ചില്ലെന്നൊന്നും പറയില്ല എന്ന് പറയും. ഒരു പ്രാവശ്യം ഞങ്ങളുണ്ടല്ലോ ഇവിടെ തൊടുപുഴ നമ്മളെവിടെ പോയതാണ് ചേട്ടാ? എരുമേലിക്ക് പോയതാണ് ചേട്ടാ. എരുമേലി കൊല്ലപ്പള്ളിയിലങ്ങനെ. അപ്പം ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേന് ഭയങ്കര മഴക്കോളും കേട്ടോ. അപ്പം ഞാൻ പറയണുണ്ട് സജീവണ്ണ ഇവിടെ നിർത്ത് കേട്ടോ, ഇവിടെ നിർത്ത് കേട്ടോ, മഴയാ നമുക്കിവിടെ കയറി നിൽക്കാന്നുണ്ട്. ആള് നേരെ പോവാണ്. എന്നിട്ട് ഒരു കടയോ കാര്യമോ ഒന്നും ഇല്ലാത്തോടെ വന്നപ്പോൾ ഭയങ്കര മഴ, റബ്ബർത്തോടെ വന്നപ്പോൾ അല്ലേ, ഭയങ്കര മഴയത്തെന്ന് പറഞ്ഞാൽ കയറി നിൽക്കാൻ ഒരിടമില്ല. അപ്പം പിന്നെ ഞങ്ങൾ കളഞ്ഞു, ആ വെള്ളം കളഞ്ഞിട്ടാണ് ചേട്ടാ. എന്നിട്ട് ഞങ്ങൾ എന്നാന്നറിയാം, ചിക്കൻ ഇടും കേട്ടോ, ഉരുളിയൊക്കെ മാറ്റി ചിക്കൻ ഇടും കേട്ടോ. എന്നിട്ട് നനഞ്ഞെന്ന് പറഞ്ഞാൽ നനഞ്ഞ് കുളിച്ചു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഒരു റോഡ് പണി നടക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഷട്ടർ പോലെ എടുത്തുണ്ട്. അവിടെ ഒരു ഇന്ന ആൾക്കാരുണ്ട് കേട്ടോ, അവിടുത്തെ പണിക്കാരും എല്ലാം ഉണ്ട്. വേറെ ആരുമില്ല, പെണ്ണുങ്ങളായിട്ട് ഞാൻ മാത്രം. ഞാൻ നനഞ്ഞ് കുളിച്ച് എന്നിട്ട് അവിടെ കയറി നിൽക്കുകയാണേ. എന്നിട്ട് സജീവൻ്റെ ഒന്നും മേല കേട്ടോ. എനിക്കാണെങ്കിൽ നനഞ്ഞിട്ട് ഇത്രയും പേരെനിക്ക് കയറി നിൽക്കുന്നതല്ലേ. എന്നിട്ട് സജീവനാണ് ഒരു തരവും മേല. എന്നിട്ട് അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോന്നുന്നപ്പോൾ ഞങ്ങളിഞ്ഞ് പോകുന്നു. ഞാൻ ഒന്നും വേണ്ടിയില്ല, പിടങ്ങി നിന്ന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ പ്രാവശ്യം ഞങ്ങൾ വേറെ എവിടെയോ പോയപ്പോൾ ഇതുപോലെ മഴക്കോള് വന്നപ്പോഴത്തേനുണ്ടല്ലോ സജീവന് കൺമണി മഴക്കോള് വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഇവിടെ എങ്ങാനും കയറി നിന്നാലോ. ഇന്നാളിനി പറ്റിയ പോലെ പറ്റിയെന്ന് പറഞ്ഞിട്ട് നീ ചുമ്മാ എന്നെ പേടിപ്പിക്കാൻ നിന്നെങ്കിൽ ഇനി മഴ പെയ്ത് വിചാരിച്ച് തണിഞ്ഞിട്ട് കയറി നിൽക്കാൻ ഇടമില്ലെങ്കിൽ എന്താ ചെയ്യാനാണ്. അങ്ങനെ എല്ലാ കാര്യമൊക്കെ. അപ്പോൾ നിസാര കാര്യം ഉരുളി സജീവന ഇത് മാറ്റി വെക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല, ഇത്
ഇതിനകത്ത് കൊണ്ടുവന്ന് ഞാൻ ഇതിനകത്തൊരു ശകലം വെള്ളം വെക്കാൻ പോവാണ്. ഉരുളിക്കകത്ത് ഒഴിച്ച് കഴുകി ഇത്ര അരപ്പൊക്കെ ഉണ്ട്. അരപ്പൊന്നുമില്ല, എന്നാലും അത് കഴുകി വെള്ളം ഒഴിക്കാൻ പോകുന്നതാണ്. ഇതുണ്ടോ, ഇത് ഇത്രയാക്കി. ഇത് നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെയാണ്. ഇത്രയും നേരത്തെ പ്രൊസീജിയറൊക്കെ പോയത് കേട്ടോ. സജീവനാ, സാധാ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് ഇത്രയും നേരം പോയത്. ഇത് ഞാൻ വെക്കണ പോലെ തന്നെയാണ്. നീ വെക്കുന്ന പോലെയാണോ? ഇതുവരെയുള്ള രീതി. ഉരുളക്കിഴങ്ങ് ഇടാൻ പഠിപ്പിച്ച എൻ്റെ അപ്പച്ചനാട്ടോ. കാരണം അപ്പച്ചനാണ്, എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അച്ഛനാണ് ഇങ്ങനെ ചിക്കൻ കറിക്കകത്തൊക്കെ ഉരുളക്കിഴങ്ങ് ഇടുമെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. തക്കാളിക്ക് ഇടുമായിരുന്നു, പക്ഷെ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി ഉരുളക്കിഴങ്ങ് ഇട്ടാൽ ഗ്രേവിക്ക് ഇച്ചിരി കൂടി കട്ടിയൊക്കെ കിട്ടും, നല്ല തിക്കായിട്ട് വരും. കാരണം ഉരുളക്കിഴങ്ങ് അങ്ങ് വെന്തിട്ട് അങ്ങ് ഉടയുമല്ലോ. അപ്പം നല്ലൊരു ടേസ്റ്റുമാണ് ഗ്രേവിക്ക്. അതെൻ്റെ അപ്പച്ചനാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു ശകലം ഉപ്പ് നമ്മൾ ഇടുവാണ്. സവോളയ്ക്ക് മാത്രമേ നമ്മൾ പാകത്തിന് ഉപ്പിടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പറയാനൊന്നും വേണ്ട. അങ്ങനെ പറയണ്ടേ? എങ്ങനെ പറയണ്ട? അല്ല, നമ്മൾ ഉപ്പ് ഇടുവാണെന്നൊന്നും പറയണ്ട. ഇച്ചിരി കൂടി ഇട്. വേണമെങ്കിൽ ഇട്ടാൽ മതിയല്ലോ, കൂടിപ്പോയാൽ പോയില്ലേ. സവോളയ്ക്ക് അന്നേരം എന്തായാലും ഇട്ടു. ഞാൻ കണ്ടില്ലായിരുന്നു സവോളയ്ക്ക്. അന്നേരം പിന്നെ കപ്പ അങ്ങ് വെച്ചേക്കാം. മറ്റേ ഇതിനകത്ത് വെക്കാം. ഞാൻ ഇതിനകത്ത് വെച്ചാ പിന്നെ തിളച്ച് മറിഞ്ഞു പോകുന്നു. അതൊന്നുമില്ല, ഇഡലി പാത്രം അതുമൊക്കെ ഏകദേശം ഒരേ ഇതാ. ഇത്രയും ചാറ് മതിയോ? ആണോ? എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ ഇങ്ങനെ ഈ പെരളം പോലെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ സജീവണ്ണനൊക്കെ ചാറ് വേണം. കണ്ണം മോന് സജീവണ്ണനൊക്കെ ചാറ് വേണം. ഇതിനിടയ്ക്ക് എൻ്റെ കുഞ്ഞിവിടെ കറിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അവൾ വേണ്ട വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചായിരുന്നു. ഞാൻ തേങ്ങ ചട്നിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് ഇതിലായിട്ട് മനസ്സിലായില്ല. കുഞ്ഞായി ഉറക്കിയിട്ട് അവിടെ വന്നാൽ ഇവളുമാരൊക്കെ വേണ്ടേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഇതാക്കണ്ടേ. മക്കളുള്ളപ്പോൾ അവൾ കുഞ്ഞിനെ മടി വെച്ച് ഉറക്കി വെച്ച് കാല് മരച്ചിട്ട് വരുന്ന ഭാഗമാണത്. ഇവള് മക്കളുള്ളപ്പോൾ ഞങ്ങൾ എന്തേലും കാര്യത്തിന് മുതിരണോ? മക്കൾ വേണം ആൾക്കാരെ വിളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമോ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരണ്ടേ. ഇനിയിപ്പോൾ ഞങ്ങൾ വയസ്സായി, ഞങ്ങളുടെ വീടിനും വയസ്സായി അല്ലേ ചേട്ടാ? ഞങ്ങൾക്കും വയസ്സായി, ഞങ്ങളുടെ വീടിനും വയസ്സായി. കുഞ്ഞായി ഉറങ്ങി. അയ്യോ, കപ്പയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചായിരുന്നു ആ അടുപ്പിലിട്ട്. വറുത്തരച്ച് കറി വെക്കാം കേട്ടോ. അയ്യോ, വലിയ ടിസ്റ്റൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഏതാണ്ട് ഭയങ്കര ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കാനാണെന്ന് പറഞ്ഞു. ഞങ്ങൾ വെച്ചിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ടും. ആദ്യമായിട്ടാണ് വെക്കണേ. ഇത് കണ്ട് ഞാൻ നല്ല വെള്ളം തൊടാതെ മഷി പോലെ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിക്കകത്താന്നേ ഉള്ളൂ. വെള്ളം തൊടാതെ അരയ്ക്കുമ്പോഴാണ് തീയലൊക്കെ വെക്കുമ്പോഴേ ഇങ്ങനെ വെള്ളം തൊടാതെ അരയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. തേങ്ങ വറുത്തരച്ചതും കൂടി ചേർത്ത് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് കേട്ടോ വറുത്തരച്ച് കറി വെക്കുന്നത്. അപ്പോൾ കറിയൊക്കെ വെന്തു. കറിക്ക് കടുകും താളിച്ചൊഴിച്ചു. ഇനി ഇച്ചിരി കൂട്ടിയും കൂടി നോക്കട്ടെ കേട്ടോ. നല്ല പാകത്തിനുണ്ട് എരിവ്. അത് തന്നെയാണ് വരുന്നത്. ഞാൻ അഹങ്കാരം ആയിരിക്കും മുഖത്ത്. ആ മുഖത്തെ ഭാവത്തിന് ഭയങ്കര അഹങ്കാരം ആയിരിക്കും. കാരണം നല്ല കറിയായിരിക്കും. നമ്മൾ തന്നെയൊക്കെ ഇങ്ങനെ തിന്നുമ്പോണ്ടല്ലോ ഞാൻ വിജയിച്ചേ അല്ലേ പറയൂ, ഞാൻ വിജയിച്ചേ എന്ന് പറഞ്ഞത് അഹങ്കാരം. സാധാരണ നല്ല ആണെന്നൊക്കെ പറഞ്ഞ് വെക്കാതെ കൊണ്ട് കുളവാക്കാതെ പറയുന്നത്. ഞാൻ അവിടെ ഉറങ്ങിയേക്കാവുന്നോർത്തുകൊണ്ട് കയറി കിടന്നു. നല്ല മഴയൊക്കെ ആയിരുന്നേ. ഇപ്പോഴെന്തേ മഴ തൂളണുണ്ട്. ഞാനവിടെ ഉറങ്ങിയേക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ ഇച്ചിരി ചോറൊക്കെ എടുത്തുകൊണ്ടു ഞാൻ കയറി കിടന്നതാണ്. അന്നേരമാണ് കണ്ണമ്മോൻ വന്നിട്ട് അവനും താമസിച്ചു. മഴയായതുകൊണ്ട് അവന് കോട്ടൊന്നും എടുത്തില്ല. അതുകൊണ്ട് അവനും താമസിച്ച വന്നതേ ഉള്ളൂ. വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു പിന്നെ കട വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എല്ലാവരും വിളിക്കുമ്പം പോകാതിരിക്കുന്നത് എങ്ങനെയാണ് പിള്ളേരുടെ ചോയ്സ്.
നമ്മൾ അവരുടെ ഇതിന് വിടുന്നു, അവരുടെ ഇഷ്ടത്തിന് വിടുന്നു. ഞാൻ അവിടെ വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് സങ്കടമാവില്ല. അപ്പം പിള്ളേരങ്ങോട്ട് കയറിയിട്ട് വരുന്നില്ല, ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വരുന്നുണ്ട്, കേക്കും ഒക്കെ മേടിച്ച് കയ്യിൽ വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്. അതിങ്ങനെ ചെറിയ സ്റ്റാൻഡാ, ക്യൂബ് പോലത്തെ ഒരു ക്യാമറ. സെക്കൻഡ് നല്ല ഗോപ്രോ ക്യാമറ. കുഞ്ഞിനെ പിടിച്ചേ അച്ചാച്ചേ, അച്ചാച്ചേ കുഞ്ഞിനെ പിടിച്ചേ. പിള്ളേർ വേണ്ട കേക്കൊക്കെ മേടിച്ചോണ്ട് വന്ന് കേക്കൊക്കെ സെറ്റ് ചെയ്ത്. ഏത് കേക്കാണ് മേടിച്ചതെന്നൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ നോക്കിയില്ലായിരുന്നു. ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ ഞാൻ? ബ്ലാക്ക് ഫോറസ്റ്റ് കണ്ണമ്പൂൻ്റെ ഇഷ്ട സാധനം. അച്ചാച്ചേ അച്ചാച്ചേ ഇവൻ എനിക്ക് കുഞ്ഞായി ഒന്ന് പിടിച്ചേ സജീവണ്ണ. അച്ഛാ അയ്യോ അയ്യോ, ഇവൻ എനിക്ക് ക്യാമറ മേടിച്ചതാന്ന് കേട്ടോ പറഞ്ഞത്. എന്നാലും ഇവൻ എന്നോട് പറഞ്ഞു ക്യാമറ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം വീഡിയോയ്ക്കൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടുമെന്നൊക്കെ പറഞ്ഞു. പിള്ളേരൊക്കെ ഇങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനൊന്നും പ്രതീക്ഷിക്കാഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ നേരെയൊക്കെ പിടിച്ചു വന്നു. രാവിലെ തൊട്ടുള്ളതാണ്. ഇച്ചിരി നേരം പിടിച്ചിട്ടിടാമല്ലോ എന്നൊക്കെ ഓർത്തു. പക്ഷെ ഇതൊന്നും നമ്മളുടെ പ്രതീക്ഷയിലില്ലാത്തതായിരുന്നു. താങ്ക്സ് മക്കൾസ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഇതിന് എല്ലാവരെയും വിളിക്കണം, എടുക്കണം, എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു അല്ലേ പറു. എന്നാ സ്വപ്നയെ സുരേഷിനെയൊക്കെ വിളിക്കണം, ചേച്ചിയോളെ ജയജനെ വിളിക്കണം, ശ്രീകുഞ്ഞ്, പിന്നെ ആരാ അമ്മാമ്മച്ചി, പിന്നെ ആരാ അല്ലേ എല്ലാം വിളിച്ച് ഞങ്ങൾ ഭയങ്കര വാവച്ചൊക്കെ ഒരു വേണ്ട എല്ലാം കൂടി തന്നെ ആയനെ അല്ലേ. അതൊക്കെ കൂടി ആയപ്പോഴത്തേനും ഞങ്ങളുടെ ഒരു ഇതെല്ലാം അതുകൊണ്ട് ഞങ്ങൾ ഇതില്ല എന്നെ പൊന്നാരി. ഓ എൻ്റെ പൊന്നാരിക്കുട്ട്, പൊന്നാരി പറയാൻ വരുമായിരുന്നു. ആ കേക്ക് മേടിച്ചു പറഞ്ഞേ, കേക്ക് മേടിച്ചു പറഞ്ഞേ. അമ്പറ്റമ്മയ്ക്കൊക്കെ പൊന്നായി കേക്ക് മേടിച്ചു കൊടുത്തു. ആ ചാച്ചക്ക് കേക്ക് മേടിച്ചു. പൊന്നായി മേടിച്ചു കൊടുത്തു. രണ്ട് കേക്ക് മേടിച്ചോ? പിന്നെ ഒരു കേക്ക് മേടിച്ചിട്ട് രണ്ട് കേക്ക് മേടിച്ചെന്ന് അവൻ പറഞ്ഞു കേട്ടോടാ. എത്ര കേക്ക് മേടിച്ചു? അങ്ങനെ അവന്റെ ബർത്ത്ഡേക്ക് അവൻ മുറിച്ചിട്ടില്ല. ഇങ്ങനെ എടുക്ക. അങ്ങനെ വേണ്ട. ഫോട്ടോ എടുത്താ കേട്ടോ. അത് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. ആ അമ്മാനും കൊടുക്ക്, എന്നിട്ട് അപ്പുറത്ത് മാറി എന്നിട്ട് എടുക്കാം. അമ്മ അവിടെ മാറി ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട്. അപ്പുറത്തേക്ക് കൊടുക്കും. ഞങ്ങൾ അങ്ങോട്ടാ തരേണ്ടത്. അമ്മന്റെ താടിയാലും മീജാലും എല്ലാം തച്ചു വേണം. ഇനി ഈ വർഷം പ്രത്യേകതകളൊന്നുമില്ലല്ലേ. നമ്മുടെ എല്ലാ ഇതും ആദ്യം തീരും ജനുവരി ഫെബ്രുവരി ഒക്ടോബറിൽ. അല്ലാതെ മെയിൻ ഇതെല്ലാമേ ഫെബ്രുവരി മാർച്ചൊക്കെ ആയിട്ട് അങ്ങ് ചെയ്യും.
ശരിച്ച് കിട്ടണില്ല, നേരെ പിടിച്ചിട്ട് കിട്ടണില്ല. അതായത് കുഞ്ഞിനെ ആരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. കേക്കൊക്കെ നിന്ന് ഇവിടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഫെബ്രുവരി മാർച്ച്. ഫെബ്രുവരിയിൽ കണ്ണമ്മൻ്റെയൊക്കെ കല്യാണം, പൊന്നായുടെ ബർത്ത്ഡേ, സച്ചുവിൻ്റെ ബർത്ത്ഡേ, മാർച്ചിൽ എൻ്റെ ബർത്ത്ഡേ, സജീവണ്ണൻ്റെ ബർത്ത്ഡേ, പിന്നെ ബാവച്ചിയുടെയൊക്കെ വെഡിങ് ആനിവേഴ്സറി അല്ലേ. ജനുവരിയിൽ ബാവച്ചിയുടെ പിറന്നാൾ. ഇങ്ങനെ 3 മാസം അടുപ്പിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ പോവേ. ഏപ്രിലിൽ ഫ്രീയ, മെയ്യിൽ ഞങ്ങളുടെ, പിന്നെ ഒന്നുമില്ല. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ പാറുവിൻ്റെ ബർത്ത്ഡേ. അപ്പം പ്രതീക്ഷിക്കാതെ ഒരു കേക്ക് മുറിച്ചു. ഞാൻ ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ തരുവാണെങ്കിൽ അടുത്ത വർഷം 30ാമത്തെ വർഷം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ളൊരു ട്രീറ്റ് എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് കുഞ്ഞുങ്ങളൊക്കെ ഇച്ചിരി ഫ്രീ ആകുമായിരിക്കും. ആവച്ചിക്കൊക്കെ അന്നേരമായിരിക്കും ബാധ്യതകളൊക്കെ വരുന്നത്. ഇനി അവന് ഇല്ലേ, എന്താണേലും ദൈവം അതിനെ ഇടവരുത്തുവാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം എല്ലാവർക്കും ഒരു ട്രീറ്റൊക്കെ കൊടുത്ത്, എന്നാലും കുഞ്ഞുങ്ങൾ, കാരണം എനിക്ക് ഭയങ്കര ഞാൻ ഹാപ്പി. ചെറുതായിട്ടാണെങ്കിലും പെട്ടെന്ന് ഒരു കേക്കൊക്കെ മേടിച്ചു. ഞാൻ കയറി കിടന്നതാണ് ഉറങ്ങാൻ. ഞാൻ കയറി കിടന്നുപോയി. ഇനിയിപ്പോൾ എന്നെ എല്ലാവരും ഒരിക്കലും വരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒത്തില്ല. അപ്പോൾ എല്ലാവരോടും വേണ്ടാന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഇവൻ കേക്ക് മുറിക്കുമെന്ന്, കേക്ക് മേടിക്കുമെന്നൊക്കെ പറയുകയായിരുന്നെങ്കിൽ അവരോട് വരാൻ പറഞ്ഞേനെ. പെട്ടെന്ന് അതും പറ്റിയില്ല. എന്തായാലും ദൈവം ഇങ്ങനൊരു അവസരം തന്ന ദൈവത്തിന് ഞാൻ ഒത്തിരി 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 നന്ദി പറയുന്നു. വാവച്ചിയും കുഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ഹാപ്പി ആയിരുന്നേനെ. എന്നാലും ഒത്തിരി ഒരുപാട് ഒരുപാട് കുഞ്ഞുങ്ങളോട് ഒത്തിരി താങ്ക്സ്. അപ്പം ബൈ.